ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് ബാങ്ങിനെ തുടർന്ന് പ്രപഞ്ചത്തിൽ വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങൾ രൂപപ്പെട്ടു വന്നു. അതിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് പ്രോട്ടോൺ, ഇലക്ട്രോൺ എല്ലാം ചേർന്ന ആറ്റംസിനാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഈ പദാർത്ഥങ്ങളെയാണ് നാം ബാരിയോണിക് മാറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവ മാത്രമല്ല പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങളായിട്ടുള്ളത്. ഇവ കൂടാതെ ഡാർക്ക് മാറ്റർ, എക്സോട്ടിക് മാറ്റർ, ആൻറ്റി മാറ്റർ എന്നിങ്ങനെ മറ്റ് പദാർത്ഥങ്ങളും കാണപ്പെടുന്നു. ഇതിൽ ഡാർക്ക് മാറ്റർ എന്താണെന്നുള്ളത് വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും അവയെ കണ്ടെത്തുവാനായി നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ വെറും 1 ഗ്രാമിന് ഏകദേശം 25 ബില്യൺ US ഡോളറോളം വില മതിക്കുന്ന ആൻറ്റി മാറ്ററിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഭൂമിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ആൻറ്റി മാറ്റർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരോഗ്യ മേഖലയിൽ വളരെ സാധാരണ ഉപയോഗിക്കുന്ന പെറ്റ് സ്കാൻ അഥവാ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി മെഷീനിൽ റേഡിയോ ഐസോട്ടോപ്പായ ഫ്ലൂറിനേറ്റിന്റെ സഹായത്തോടു കൂടി ആൻറ്റി മാറ്റർ കണങ്ങൾ പുറത്തുവിടുന്നത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശാസ്ത്രലോകം വളരെ പ്രാധാന്യം നൽകി പഠന വിഷയമാക്കുന്ന ഒന്നാണ് ആൻറ്റി മാറ്റർ. അതിന് കാരണം ആൻറ്റി മാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരം ലഭിക്കാത്ത അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്നതും മാത്രവുമല്ല, ഇന്ന് സയൻസ് ഫിക്ഷനായിട്ട് നിലനിൽക്കുന്ന പ്രകാശത്തിനെക്കാളും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വാർപ്പ് ഡ്രൈവുകൾ നാളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഒരു വാർപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ആൻറ്റി മാറ്ററാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ അനുസരിച്ച് 100% മാറ്ററും നമുക്ക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് മാറ്ററും ആൻറ്റി മാറ്ററും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടക്കുന്ന ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷനോട് വഴി മാത്രമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. 2ാം ലോകമഹായുദ്ധ കാലത്ത് ഹിരോഷിമയിൽ വന്ന് പതിച്ച ന്യൂക്ലിയർ ബോംബായി ലിറ്റിൽ ബോയിൽ അന്ന് ഉപയോഗിച്ചത് 64 കിലോഗ്രാമോളം യുറാനിയം 235 ആയിരുന്നു. അതിൽ വെറും 1 കിലോഗ്രാം മാത്രമാണ് ഫിഷൻ റിയാക്ഷനിൽ ഏർപ്പെട്ടതും ഈ 1 കിലോഗ്രാമാണ് ആ കണ്ട സ്ഫോടനം അവിടെ നടത്തിയതും. എന്നാൽ നമ്മൾ ഈ യുറാനിയം 235 പകരം അന്ന് അവിടെ ഒരു ആൻറ്റി മാറ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ 64 കിലോഗ്രാമിന് പകരം നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട വരിക ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ അനുസരിച്ച് 100% മാസും എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് മാറ്റർ ആൻറ്റി മാറ്റർ അനിലേഷൻ റിയാക്ഷൻ വഴിയാണ്. അതിനെ തുടർന്ന് വെറും 0.35 ഗ്രാം ആൻറ്റി മാറ്റർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹിരോഷിമയിൽ അന്ന് ലിറ്റിൽ ബോയ് ഉണ്ടാക്കിയ അതേ പ്രഹരം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി മാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ചും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ കുറിച്ചുമെല്ലാം നമ്മൾ പഠനം നടത്തുന്നുണ്ട്. ഒരു റേഡിയോ ആക്റ്റീവ് വസ്തുവിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുന്ന സമയം പ്രധാനമായും 4 തരത്തിലുള്ള പാർട്ടിക്കിളുകളാണ് പുറത്തു വരുന്നത്: ആൽഫ, ബീറ്റ, ഗാമ, കൂടാതെ ന്യൂട്രോൺ എമിഷനും. അതിൽ ആൽഫ പാർട്ടിക്കിൾ എന്നത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേരുന്നതാണ്, അല്ലെങ്കിൽ അതിന് ഒരു ഹീലിയം ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. ബീറ്റ റേഡിയേഷൻ എന്നത് ഹൈ എനർജിയിലും ഹൈ സ്പീഡിലുമുള്ള ഒന്നല്ലെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പോസിട്രോൺ എമിഷൻ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോൺ ആണ് പുറത്തു വരുന്നതെങ്കിൽ നമ്മൾ അതിന് ബീറ്റ മൈനസ് എന്നും, പോസിട്രോൺ ആണ് പുറത്തു വരുന്നതെങ്കിൽ ബീറ്റ പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഗാമ റേഡിയേഷൻ ആണ് പുറത്തു വരുന്നതെങ്കിൽ അത് വളരെ ഹൈ എനർജിക്കുള്ള എക്സ്റേസിന് സമാനമായ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ വേവുകളായിരിക്കും. അവസാനമായിട്ടുള്ളത് ന്യൂട്രോൺ എമിഷനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുറത്തു വരുന്നത് ഫ്രീ ന്യൂട്രോണുകളായിരിക്കും. അപ്പോൾ ഞാനിവിടെ ബീറ്റ എമിഷൻ നടക്കുന്ന സമയം പുറത്തു വരുന്ന കണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ എന്നും ബീറ്റ പ്ലസ് ആയ പോസിട്രോൺ എന്നും പറഞ്ഞിരുന്നു. ഈ പോസിട്രോൺ എന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിന്റെ ആൻറ്റി മാറ്ററാണ്. നമുക്ക് ചുറ്റുമുള്ള ചില പദാർത്ഥങ്ങൾ റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന സമയം പുറത്തുവിടുന്നത് ആൻറ്റി മാറ്റർ ആയിട്ടുള്ള ഈ പോസിട്രോൺ ആണ്. അതിന് ചില ഉദാഹരണങ്ങളാണ് കാർബൺ 11, ഫ്ലൂറിൻ 18, റുബീഡിയം 82 മുതലായവ. ഇതിലും രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൽ 140 ഗ്രാമോളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 17 മില്ലിഗ്രാം പൊട്ടാസ്യത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ പൊട്ടാസ്യം 14 ആണ്. ഇതിൽ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ തുടർന്ന് മനുഷ്യ ശരീരത്തിൽ നിന്നും പോസിട്രോണും അതുപോലെ തന്നെ ആൻറ്റി ന്യൂട്രിനോയും പുറത്തു വരുന്നുണ്ട്. ഒരിക്കൽ ശരീരം എമിറ്റ് ചെയ്യുന്ന ഈ പോസിട്രോൺ ഏതാനും കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രം സഞ്ചരിക്കുമ്പോൾ തന്നെ ഇലക്ട്രോണുമായി കണ്ടുമുട്ടുകയും അനിലേഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി 511 kV എനർജിയുള്ള 2 ഗാമ റേസ് പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യും. അതായത് ചുരുക്കത്തിൽ ഓരോ സെക്കൻഡിലും മനുഷ്യ ശരീരം
40 പോസിട്രോണുകൾ പുറത്തു വിടുന്നുണ്ടെന്ന് ചുരുക്കം. ഇവ പുറത്തു വന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാൽ തന്നെ ശരീരത്തിന് ഇവ യാതൊരു അപകടവും വരുത്തുന്നില്ല. നമ്മുടെ ശാസ്ത്രലോകം ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും എല്ലാം കണ്ടെത്തിയത് ഒരു എക്സ്പീരിമെന്റുകൾ നടത്തിയതിന്റെ ഫലമായാണ്. എന്നാൽ ആന്റിമാറ്ററിലേക്ക് നമ്മൾ ചെന്നെത്തിയത് പോൾ ഡിറാക് എന്ന ശാസ്ത്രജ്ഞൻ തിയററ്റിക്കലിയാണ് പറഞ്ഞത് ഇലക്ട്രോണിന് ആന്റി മാറ്റർ ആയിട്ടുള്ള പോസിട്രോൺ എന്ന് പറയുന്ന ഒരു കണം ഒരു പക്ഷെ കാണാമെന്നുള്ളത്. പോൾ ഡിറാക്ക് ഇതിലേക്ക് എത്തിച്ചേരുന്നത് വളരെ രസകരമാണ്. 1928 സബാറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ പോലുള്ളവയുടെ ബിഹേവിയറൽ ഡിസ്ക്രൈബ് ചെയ്യാനായി ക്വാണ്ടം മെക്കാനിക്സും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇദ്ദേഹം ഡെറൈവ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ അറിയപ്പെടുന്ന പേരാണ് ഡിറാക് ഇക്വേഷൻ. അങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക്കൽ മൊമെന്റോ സ്പിന്നും പോളും വിജയകരമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ തിയറിയുടെ പ്രത്യേകതയായിരുന്നു നെഗറ്റീവ് എനർജി ഉള്ളവയെ കൂടി കണക്കിലെടുക്കുക എന്നത്. ഉദാഹരണത്തിന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. S²-4 = 0 ആണെങ്കിൽ S² എന്ന് പറയുന്നത് 4 ആണ്. S² 4 ആണെങ്കിൽ എക്സിന് 2 വാല്യൂകൾ വരും. -2 വരാം, +2 വരാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് യാതൊരു സെൻസും ഇല്ല എങ്കിലും പോൾ ഡിറാക്ക് ഹോൾ തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹോളുകൾ ഇലക്ട്രോണുകൾക്ക് തുല്യ മാസുള്ള എന്നാൽ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിളുകളായിരിക്കാമെന്നും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ഹോളുകളെ അദ്ദേഹം പോസിട്രോൺ എന്നും അല്ലെങ്കിൽ ആന്റിമാറ്റർ കണങ്ങളെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സയന്റിസ്റ്റായ കാൾ ഡേവിഡ് ആൻഡേഴ്സൺ ക്ലൗഡ് ചേംബർ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയം ഒരു സ്ട്രോങ് മാഗ്നറ്റിന്റെ 2 പോളുകൾക്കിടയിൽ പ്ലേസ് ചെയ്ത ക്ലൗഡ് ചേംബറിലെ പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്ത സമയം ഇലക്ട്രോണിന്റെ അതേ കർവേച്ചർ ഉള്ള ഒരു പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതായി ഇദ്ദേഹം കണ്ടെത്തി. അതിനെ തുടർന്ന് അതിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്നും എന്നാൽ മാസ് ഇലക്ട്രോണിന്റെ തുല്യമാണെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. പോൾ ഡിറാക്കിന്റെ പോസിട്രോണിന്റെ തിയറിറ്റിക്കൽ പ്രെഡിക്ഷൻ നിലനിൽക്കുന്നതിന് തന്നെ ഇതിനെ അദ്ദേഹം പോസിട്രോൺ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു കണ്ടുപിടുത്തത്തിന് 1936 ഫിസിക്സിലെ നോബൽ പ്രൈസ് കാൾ ആൻഡേഴ്സനും 1933 ഫിസിക്സിലെ നോബൽ പ്രൈസ് തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നടത്തിയ പോൾ ഡിറാക്കിന് ലഭിക്കുകയുണ്ടായി. ഇനി എന്താണ് ആന്റിമാറ്റർ? നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഇനി ആറ്റങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാകട്ടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രിക് എന്നീ 3 കണങ്ങൾ കൊണ്ട്. ഈ 3 കണങ്ങൾക്കും നേരെ വിപരീതമായ 3 കണങ്ങൾ കൂടിയുണ്ട്. ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജുള്ള പോസിട്രോണും അതുപോലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന് നേരെ വിപരീതമായ നെഗറ്റീവ് ചാർജുള്ള ആന്റി പ്രോട്ടോണും കൂടാതെ ന്യൂട്രോണിന് നേരെ വിപരീതമായ ചാർജ് ഒന്നുമില്ലാത്ത ആന്റി ന്യൂട്രോണും. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാധാ ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ആന്റിമാറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആന്റിമാറ്റർ പദാർത്ഥങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പറയാം. ഇവിടെ ഒരു പദാർത്ഥവും അതിന് തതുല്യമായ ആന്റിമാറ്റർ പദാർത്ഥവും തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവ തമ്മിൽ നശിച്ചു പോവുകയും E=mc² എന്ന ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് ഊർജം പുറത്തുവിടുകയും ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ് മുഴുവൻ പൂർണ്ണമായും എനർജിയായി കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഒരു അനിലിയേഷൻ നടക്കുന്ന സമയം 100% മാസും നമുക്ക് എനർജിയായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് വാർപ്പ് ഡ്രൈവുകളിൽ ആന്റിമാറ്റർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആന്റിമാറ്ററിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ വാർപ്പ് ഡ്രൈവ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.